ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടമാങ്ങ അച്ചാറാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. കഴുകിയെടുത്ത അടമാങ്ങയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇവിടെ നേരത്തെ ഉപ്പിടാതെയാണ് ഉണക്കിയെടുത്തത്, അതിനാൽ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 100 ml അളവിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിലാണ് കടുക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 15 വെളുത്തുള്ളി രണ്ടായി കീറിയിടുക. ഇതിലേക്ക് ആവശ്യത്തിന് ഫ്ലേവറിന് കറിവേപ്പില കൂടെ ചേർക്കുക. വെളുത്തുള്ളിയൊക്കെ ചെറുതായി മൂത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. ആദ്യം തന്നെ മുളക് പൊടി 3 ടീസ്പൂൺ ഇടുക. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർക്കുക. കൂടെ തന്നെ 1/4 ടീസ്പൂൺ കടുക്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കായപ്പൊടി കൂടെ ചേർക്കുക. ഇവിടെ ഞാൻ ആദ്യം 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്തു. പിന്നീട് ആവശ്യാനുസരണം 1/4 ടീസ്പൂൺ കൂടെ കായപ്പൊടി ചേർത്തു. ടോട്ടൽ 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്തു. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയെടുക്കുക. പൊടികളുടെ പച്ചമണം മാറിയതിനു ശേഷം നമ്മൾ ഉപ്പ് പുരട്ടി വെച്ച മാങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യുക. ശേഷം 1/2 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ലാസ്റ്റ് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് എടുക്കാതെ 3-4 ദിവസം കഴിഞ്ഞ് എടുത്താലാണ് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകുക. അച്ചാർ എടുക്കുമ്പോൾ ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ എടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കേടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.